നിങ്ങൾ അറിഞ്ഞോ CKYC വരുന്നു? നമസ്കാരം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും സാമ്പത്തിക ഇടപാടുകളിലും വലിയൊരു മാറ്റം വരികയാണ്. ഇന്ത്യയിലെ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ CKYC 2.0 നടപ്പിലാക്കുന്നു. എന്താണ് ഈ CKYC 2.0? എപ്പോഴാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്? സാധാരണക്കാരായ നമ്മളെ ഇത് എങ്ങനെ ബാധിക്കും? അറിയേണ്ട കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ നോക്കാം. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലുടനീളം CKYC 2.0 ഓഗസ്റ്റ് 1 മുതൽ തത്സമയ അപ്ഡേഷനായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. റിസർവ് ബാങ്ക്, സെബി, IRDA തുടങ്ങിയ നിയന്ത്രണ ഏജൻസികളുടെ സഹായത്തോടെ ഘട്ടം ഘട്ടമായാണ് ബാങ്കുകൾ ഇതിലേക്ക് മാറുന്നത്. എന്താണ് CKYC 2.0? കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് CKYC സംവിധാനം കൈകാര്യം ചെയ്യുന്നത്. മുമ്പ് CKYC 1.0 എന്ന സിസ്റ്റത്തിൽ നമ്മൾ നൽകുന്ന രേഖകൾ ഒരു ഡിജിറ്റൽ ഫയലായി സൂക്ഷിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ CKYC 2.0 എന്നത് ഒരു റിയൽ ടൈം API അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഡാറ്റ തത്സമയം വെരിഫൈ ചെയ്യപ്പെടും. പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തവണ ബാങ്കിൽ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ KYC പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് 14 അക്ക KIN നമ്പർ ലഭിക്കും. ഈ ഒരു നമ്പർ ഉപയോഗിച്ച് പുതിയ ബാങ്ക് അക്കൗണ്ട്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് എന്നിവയെല്ലാം രേഖകൾ വീണ്ടും നൽകാതെ തുടങ്ങാൻ സാധിക്കും. OTP കൺസെന്റ്. നിങ്ങളുടെ KYC വിവരങ്ങൾ ഒരു ബാങ്കോ കമ്പനിയോ കാണാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. നിങ്ങളുടെ അനുമതിയില്ലാതെ ആർക്കും വിവരങ്ങൾ ലഭിക്കില്ല. ഡിജി ലോക്കർ സംയോജനം. ഡിജി ലോക്കറുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഔദ്യോഗിക രേഖകൾ വേഗത്തിൽ വെരിഫൈ ചെയ്യാൻ സാധിക്കും. ആധാർ മാസ്കിംഗ്. സുരക്ഷയ്ക്കായി സിസ്റ്റത്തിൽ നിങ്ങളുടെ ആധാറിന്റെ അവസാന 4 അക്കങ്ങൾ മാത്രമേ ദൃശ്യമാകൂ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മൊബൈൽ നമ്പർ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ആധാർ, CKYC എന്നിവയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഒന്നാണെന്നും അത് ആക്റ്റീവ് ആണെന്നും ഉറപ്പുവരുത്തുക. പേരുകളിലെ തെറ്റുകൾ. പാൻ കാർഡിലും ആധാറിലുമുള്ള നിങ്ങളുടെ പേരും ജനനതീയതിയും കൃത്യമായിരിക്കണം. അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടൻ തിരുത്തുക. ഇല്ലെങ്കിൽ സിസ്റ്റം റെക്കോർഡ് നിരസിക്കാം. KYC. ബാങ്കിൽ നിന്ന് സന്ദേശം ലഭിച്ചാൽ KYC ഉടൻ പൂർത്തിയാക്കുക. സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും സേവനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും CKYC 2.0 സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.